അടുത്ത 10 വർഷത്തിനുള്ളിൽ എത്ര പാർട്ടികൾ ഇവിടെ കാണും എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും വലിയ കണക്കൊന്നുമില്ല. എന്തായാലും ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, അതിനകത്ത് മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് അങ്ങനെ മതപരമായ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലാപ്പിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സി.പി.ഐയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന, പൊള്ളുന്ന ചില കനകൊലു റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവർക്ക് കനകൊലു അല്ല, കനകൊലു കോൺഗ്രസിനാണ്. ഇവർക്ക് ഹൈദരാബാദ് കൊലു അതോ ഡൽഹി കൊലു, 2 കൊലുവും കേൾക്കുന്നുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകളാണോ, ഡൽഹി, 2 സ്ഥലത്തുമുള്ള ഓഫീസാണെന്നറിയില്ല. എന്തായാലും 2 വാർത്തയും വന്നിട്ടുണ്ട് പുറത്ത്. അത് ബിനോയ് വിശ്വം ഈ സത്യം കാര്യങ്ങളൊന്നും പുറത്ത് അങ്ങനെ ഏജൻസി ഇപ്പോൾ വന്നു എന്ന് പോലും അവർ പറയാൻ അറയ്ക്കുന്നു. ആരോ വന്ന് എന്തോ പ്രസൻറ്റേഷൻ നടത്തിയിട്ട് പോയെന്ന് പറയുന്നല്ലാതെ കറക്റ്റായിട്ട് ഞങ്ങളിങ്ങനെ PR വർക്ക് ചെയ്തു എന്ന് പറയാൻ അവർ സന്നദ്ധമല്ല. എന്തായാലും അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. വന്നൊരു ചെറിയ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തി പോയതാണെന്ന്. പക്ഷേ എന്തായാലും CPI പാർട്ടി പ്രവർത്തകർക്കൊന്നും ഒരു സ്കോപ്പുമില്ല. താഴെ നിന്നെടുക്കുന്ന റിപ്പോർട്ടുകളെ ആരും വിശ്വസിക്കുന്നുമില്ല. പബ്ലിക്കിൻ്റെ ട്രെൻഡ് എന്താണെന്ന് അവരാർക്കും അറിഞ്ഞും കൂടാ. സോഷ്യൽ മീഡിയയിൽ കയറി അവിടുത്തെ കട്ട് ആൻഡ് പേസ്റ്റ് വിവരങ്ങൾ എടുക്കുക. പിന്നെ 10, 5,000, 10,000, 20,000 അല്ലെങ്കിൽ ഒരു 50,000 പേരിൽ സർവേ നടത്തുക. അങ്ങനെ ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക. ഇതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഏജൻസികളാണ് കേരളത്തിൽ ഇപ്പോൾ സർവേ, ഇതൊരു വലിയ കച്ചവടമാണ്. സർവേ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ഒരു ടീം, ഹൈദരാബാദിൽ നിന്നോ ഡൽഹിയിൽ നിന്നുള്ള 2 ടീം വന്ന് CPI ആസ്ഥാനത്തൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തി. എല്ലാ സംസ്ഥാന എക്സിക്യൂട്ടീവിലോ മറ്റോ ആണ് നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി. അതായത് 25 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്, മത്സരിച്ചത്. 17 സീറ്റ് അവർ ജയിച്ചു. ഇപ്പോഴത് 9 സീറ്റിലേക്ക് കുറയും. എന്ന് പറഞ്ഞാൽ 8 സീറ്റ് അവർക്ക് കുറയും. 25 കണക്കാക്കുകയാണെങ്കിൽ 9 പോയിട്ട് 16 സീറ്റ് അവർക്ക് സ്വാഹയാകും. ഈ 16 സീറ്റിൽ വൈക്കം സീറ്റ് ചിലപ്പോൾ ആശ ജയിക്കാൻ സാധ്യത, സ്ഥിരമായി ജയിക്കുന്നതാണ്. പറവൂർ VD സതീശനോടൊപ്പം അവർ തോറ്റുപോകും. പിന്നെ അതുപോലെ തന്നെ 4 മന്ത്രിമാർ. ഈ 4 മന്ത്രിമാർ എന്തിനാണെന്ന് മന്ത്രിമാർക്കും അറിഞ്ഞുകൂടാ, CPIക്കും അറിഞ്ഞുകൂടാ, നാട്ടുകാർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിന്നെ ശല്യമില്ല, ഒരു അഴിമതിയില്ല, ഒരു കുഴപ്പമില്ല, ആക്ഷനും ഇല്ല, റിയാക്ഷനും ഇല്ലാത്ത 4 മന്ത്രിമാരാണ്. ചന്ദ്രശേഖരൻ ഇരുന്ന സ്ഥലത്താണ് നമ്മുടെ ആരിയിരിക്കുന്നത്, GR അനിലിരിക്കുന്നത്. അതുപോലെ തന്നെ VV രാഘവനും രാജനും ഒക്കെ ഇരുന്ന സ്ഥലത്താണ് നമ്മുടെ ഇയാളിരിക്കുന്നത്, പിന്നെ കൃഷിമന്ത്രി പ്രസാദ് ഇരിക്കുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇരുന്നിട്ടുള്ള സ്ഥലത്താണ് രാജൻ ഇരിക്കുന്നത്, K രാജൻ ഇരിക്കുന്നത്. പിന്നെ ചിഞ്ചുറാണി, അതെന്താണോ എന്ത് റാണിയോ ഒരു കാര്യമില്ലാത്ത ഒരു മന്ത്രിയാണ്. അപ്പോൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. CPIക്ക് പുതിയ നേതൃത്വവുമില്ല, പുതിയ സംവിധാനങ്ങളുമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അവർ തീർച്ചയായിട്ടും അവരുടെ കൂടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾ, അവരോട് നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ സതീശനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത്. ഇടതുപക്ഷത്തിലെ തീവ്ര ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ടുള്ളവരും CPIയിലെ ബുദ്ധിജീവികളെല്ലാം കൂടി ഇപ്പോൾ കൂടെ ഇറങ്ങിയിരിക്കുന്നത്. VD സതീശൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇടതുപക്ഷമാണ്, ഇപ്പോൾ സതീശൻ വരട്ടെ. ഞങ്ങൾ പഴയ ഇടതുപക്ഷമാണ്, ഇപ്പോൾ സതീശൻ വരട്ടെ എന്ന് ഇന്നലെ ഞാൻ 2 പേരുടെ പ്രസംഗം കേട്ടതായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. അവർ പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷമാണ്, ഞങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് മാറുന്ന പ്രശ്നമല്ല, പക്ഷേ പ്രാവശ്യം സതീശൻ വരട്ടെ.